അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേലുത്തമ്പി ദളവയെ പറ്റിയാണ്. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ശക്തനായ മന്ത്രിയാണ് വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് വേലുത്തമ്പി ദളവ? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ശക്തനായ മന്ത്രി. അപ്പോൾ ആരുടെ മന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ എന്ന ചോദ്യത്തിന് നമ്മുടെ ആൻസർ ഏതായിരിക്കണം? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഇനി ബാലരാമവർമ്മയുടെ വേലുത്തമ്പിയുടെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം അത് കൽക്കുളത്താണ്. ഇന്ന് കന്യാകുമാരി ആ ഒരു ജില്ലയിൽപ്പെട്ട നമ്മുടെ കൽക്കുളത്തിലാണ് ആരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്? വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം. ഇനി വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് എന്താണ്? യഥാർത്ഥ പേരെന്ന് ചോദിച്ചാൽ തലക്കുളത്ത്, തലപ്പത്തല, തലക്കുളത്ത്. ഓക്കെ, തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര്. 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് ചുമതലയേറ്റത്. ഏത് വർഷമാണ്? 1802 തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് നിയമിതനായത്. ഇനി അദ്ദേഹം കൊല്ലത്ത് ഹജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ച ദിവാനായിരുന്നു ആരെന്ന് പറയുന്നത്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയാണ്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ച ദിവാനും വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. ഇതും ചോദ്യമാണ്, PYQ ആണ്. ഏതാണ്? വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയതും വേലുത്തമ്പി ദളവയാണ്. ഇനി അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് 1809 അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നയിച്ചു. അന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ ഈ തിരുവിതാംകൂറിന്റെ കൊച്ചിയുടെയൊക്കെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ നിയന്ത്രണമില്ലാതെ ഇടപെട്ടതിനെതിരായിട്ടാണ് ദിവാൻമാരായിട്ടുള്ള നമ്മുടെ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അങ്ങനെ ആ ഒരു പ്രതിഷേധത്തോട് ചുവട് പിടിച്ച് 1809 ജനുവരി 11 പുറത്തിറക്കിയ എന്താണ്? കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാനായിട്ട് ജനങ്ങളോട് എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷെ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ച വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ജീവത്യാഗം ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് വേറെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ വേലുത്തമ്പിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കാം. അത് മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ചത് എന്ന് ചോദിച്ചാൽ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ഏത് ക്ഷേത്രമാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ചത്. ഓക്കെ, ഇത്രയാണ് വേലുത്തമ്പി ദളവയെ പറ്റി